നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ആന്റണി ടു അൽ നസർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതിങ്ങനെ റൂമറായിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുറച്ചുകൂടി ശക്തമായ രൂപത്തിൽ അതിനെക്കുറിച്ച് അറേബ്യൻ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് കണ്ടു, നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ ഫബ്രീസിയോ റൊമാനോ അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അൽ നസർ ആന്റണിയുടെ സിറ്റുവേഷനിൽ വെൽ ഇൻഫോംഡ് ആണ്. ആന്റണിയുടെ കാര്യത്തെക്കുറിച്ച് നല്ല ധാരണ അൽ നസറിനുണ്ട്. പക്ഷേ ഇതുവരെ അവർ ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ബിഡ് മുന്നോട്ടേക്ക് വെച്ചിട്ടില്ല, ഒഫീഷ്യൽ ബിഡ് അയച്ചിട്ടില്ല. പക്ഷേ ആന്റണിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷന് നല്ല ധാരണ അൽ നസറിനുണ്ട്. സോ അറ്റ് ദി മൊമെന്റ് ദർ ഇസ് നോ ഒഫീഷ്യൽ ബിഡ് ഫ്രം അൽ നസർ. ഒരു അഡ്വാൻസ് നെഗോസിയേഷൻസോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ ഒരു ജനറൽ കോൺവെർസേഷൻ മാത്രമാണ് ആന്റണി ടു അൽ നസർ എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഏർലി സ്റ്റേജസിലാണ്. ആ ജനറൽ കോൺവെർസേഷൻ അതിൻ്റെ ഏർലി സ്റ്റേജസിലാണ്. എന്നാൽ ആന്റണിക്ക് യൂറോപ്പിൽ നിന്ന് തന്നെ പല ഓപ്ഷനുകളുമുണ്ട്. അൽ നസറിന് അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് ഫബ്രിസിയോ സ്ഥിരീകരിക്കുന്നു. ചുരുക്കത്തിൽ കാര്യം വളരെ വ്യക്തമാണ്. ആന്റണി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുകയാണ് എന്നതിനെക്കുറിച്ച് നല്ല ധാരണ, വ്യക്തമായ ധാരണ അൽ നസറിനുണ്ട്. അപ്പോൾ അവർ കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആണ്. അതിനെക്കുറിച്ച് ഇനീഷ്യലായിട്ടുള്ള ചർച്ചകളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. പക്ഷേ ഒഫീഷ്യൽ ബിഡോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. അതിപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് കൊടുക്കില്ല എന്ന് പറയാനും പറ്റില്ല. ഒരു താല്പര്യവുമില്ല എന്ന് നിഷേധിക്കേണ്ട, വെറും ഒരു റൂമർ മാത്രമായിട്ട് അതിൻ്റെ കാണേണ്ടതില്ല. എന്നാൽ ആന്റണിക്ക് യൂറോപ്പിൽ നിന്ന് മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് ഓഫറുമുണ്ട്, ഓപ്ഷൻസുമുണ്ട്. അപ്പോൾ അദ്ദേഹം എവിടേക്ക് എന്നുള്ളത് വരും ദിനങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോകും. പോയ സീസണിൽ തന്നെ ലോണിൽ അദ്ദേഹം റയൽ ബെറ്റീസിൽ പോയിട്ട് മികച്ച പ്രകടനമാണ് നടത്തിയത്. പക്ഷേ താരത്തിനെ അവിടെ നിലനിർത്തണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും വലിയൊരു പ്രൈസ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. പക്ഷേ സൗദി ക്ലബ്ബുകൾക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ അഫോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അൽ നസറിന് താല്പര്യമുണ്ട്. ബാക്കി കാര്യങ്ങൾ എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണണം. ഓർഗെ ഈസസിൻ്റെ അപ്രൂവൽ കിട്ടാൻ കാത്തു നിൽക്കുകയാണ് അൽ നസറിൻ്റെ തലപ്പത്തിരിക്കുന്നവർ എന്ന തരത്തിൽ ഇന്ന് സൗദി അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് തന്നിരുന്നു. അതും ഇതുകൂടി കൂട്ടി വായിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ഡിസ്കഷൻ അവിടെ നടന്നിട്ടുണ്ട്, കോൺവെർസേഷൻ നടന്നിട്ടുണ്ട്. ഏർലി സ്റ്റേജസിലാണ്. ബാക്കി കാര്യങ്ങൾ കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്താം.